ओम नमो भगवते वासुदेवाय धन्वन्तरये अमृतकलशहस्ताय सर्वमय विनाशनाय त्रैलोक्यनाथाय श्रीमहाविष्णवे नमः। अस्मिन् परात्मन्ननुपात्मकल्पे त्वमित्थमुत्थापितपद्मयोनिः अनन्तभूमामरोगराशिं निरुन्ति वातालयवासविष्णो। ओम नमो भगवते वासुदेवाय। ओम ശ്രീകൃഷ്ണപരമാത്മനേ നമഃ. ഇന്ന് നമ്മൾ ശ്രീമദ് നാരായണീയത്തിലെ 52ാമത്തെ ദശകത്തിൽ 1 തൊട്ട് 6 വരെയുള്ള ശ്ലോകമാണ് വായിക്കാൻ പോകുന്നത്. വത്സാപഹരണ വർണ്ണനം. അന്യാവതാര നികരേഷു നിരീക്ഷിതം തേ ഭൂമാതിരേകാഭിവീക്ഷ്യ തഥാഗമോക്ഷേ ബ്രഹ്മാ പരീക്ഷിതു മനാസ പരോക്ഷഭാവം നിന്നേത വത്സക ഗണാൻ പ്രവിതത്യമായാം. अन्यावतार निगरेषु निरीक्षितं ते भूमादिरेकभिवीक्ष्य तथागमोक्षे ब्रह्मा परीक्षितु मनास परोक्षभावं निन्नेदवत्सगणान् प्रविदत्यमायाम्. अन्य अवतार निगरेषु अवनिरीक्षितं ने भूम अधिरेकम् अभिवीक्ष्य तथागमोक्षे ब्रह्म परीक्षितु मनास परोक्षभावं निन्ने अथ वत्सगणान् प्रविदत्यमायाम्. अन्य अवतार निगरेषु अवनिरीक्षितं ने भूमादिरेकम् अभिवीक्ष्य तथागमोक्षे ब्रह्मा परीक्षितु मनास परोक्षभावं निन्ये अथ वत्सगणान् प्रविदत्यमायाम्. अन्यावतार निगरेषु निरीक्षितं ते भूमादिरेकाभिवेक्ष तथागमोक्षे ब्रह्मा परीक्षितु मनास പരോക്ഷഭാവം നിന്നേത വത്സഗണാൻ പ്രവിദത്യമായാം. അപ്പോൾ അഗാസുരന് മോക്ഷം നൽകിയ വിഷയത്തിൽ ഇതര അവതാരങ്ങളിൽ കാണപ്പെടാത്തതായ അങ്ങയുടെ മഹാത്മ്യ അതിശയത്തെ പ്രതീക്ഷത്തിൽ കണ്ടിട്ട് ആ ബ്രഹ്മദേവൻ അങ്ങയെ പരീക്ഷിക്കണമെന്ന് ഇച്ഛിച്ചുകൊണ്ട് അനന്തരം തൻ്റെ മായ ഉപയോഗിച്ച് പശുക്കുട്ടിയെല്ലാം കാഴ്ചയിൽ നിന്നും മറച്ചു. അപ്പോൾ അഗാസുരന് മോക്ഷം നൽകിയ വിഷയത്തിൽ ഇതര അവതാരങ്ങളിൽ കാണപ്പെടാത്തതായ അങ്ങയുടെ മഹാത്മ്യ അതിശയത്തെ പ്രത്യക്ഷത്തിൽ കണ്ടിട്ട് ആ ബ്രഹ്മദേവൻ അങ്ങയെ പരീക്ഷിക്കണമെന്ന് ഇച്ഛിച്ചുകൊണ്ട് അനന്തരം തൻ്റെ മായയെ ഉപയോഗിച്ച് പശുക്കുട്ടികളെയെല്ലാം കാഴ്ചയിൽ നിന്നും മറച്ചു. വത്സാനവീക്ഷ്യ വിവേശ പശുപോത്കരേ താൻ അനേതു കാമൈവ ദദമദാനുവർത്തി ത്വം സ്വാമി ഭക്തകപലോ ഗതവാസ്തദാനീം വാംസദാനീം ഭുങ്ക്താം ശിരോദിത സരോജഭവ കുമാരാൻ. വത്സാൻ അനവീക്ഷ്യ വിവശേ വത്സാൻ അനവീക്ഷ്യ വിവശേ പശുപ ഉത്കരേ താൻ അനേതു കാമ ഇവ ദാതൃ മത അനുവർത്തി ത്വാം സ്വാമി ഭുക്ത കവല ഗതവാൻ തദാനീം ഭുക്താൻ തിരോദിത സരോജഭവ കുമാരാൻ. വത്സാൻ അനവീക്ഷ്യ വിവേശ പശുപ ഉത്കരേതാൻ അനേതു കാമ ഇവ ദാതൃ മതാനുവർത്തി ത്വം സ്വാമി ഭുക്ത കവലഹ കഥവാൻ ദദാനീം ഭുക്താൻ തിരോദിത സരോജഭവ കുമാരാൻ. വത്സാൻ അനവീക്ഷ്യ വിവേശേ പശുപ ഉത്കരേതാൻ അനേതു കാമ ഇവ ദാതൃ മത അനുവർത്തി ത്വം സ്വാമി ഭുക്തി കപല ഗതവാൻ ദദാനീം ഭുക്താൻ തിരോദിത സരോജഭവ കുമാരാന്. വത്സാനവീക്ഷ്യ വിവശേ പശുപോത്കരേതാൻ അനേതു കാമ ഇവ ദാതു മതാനുവർത്തി ത്വം സ്വാമി ഭുക്ത കപലോ ഗതവാംസ്തദാനീം ഭുക്താം ശിരോദിത സരോജഭവ കുമാരാന്. പശുക്കിടാങ്ങളെ കാണാതെ ഗോപന്മാർ തിരഞ്ഞു നടന്ന് പരവശരായി തീർന്നപ്പോൾ പകുതി മാത്രം ഭക്ഷിച്ച അന്നകബളത്തോടു കൂടിയ നിന്തിരുവടി ബ്രഹ്മാവിൻ്റെ ഇച്ഛയനുസരിച്ച് അവയെ തിരഞ്ഞുകൊണ്ടുവരുവാൻ എന്ന വണ്ണം അവിടെ നിന്നും പോയി. പശുക്കിടാങ്ങളെ കാണാതെ ഗോപന്മാർ തിരഞ്ഞു നടന്ന് പരവശരായി തീർന്നപ്പോൾ പകുതി മാത്രം ഭക്ഷിച്ച അന്നകബളത്തോടു കൂടിയ നിന്തിരുവടി ബ്രഹ്മാവിൻ്റെ ഇച്ഛയനുസരിച്ച് മനസ്സിലാക്കിയിട്ട് അവയെ തിരഞ്ഞുകൊണ്ടുവരുവാൻ എന്ന വേണം അവിടെ നിന്നും പോയി. ആ സന്ദർഭത്തിൽ ബ്രഹ്മാവ് ഭോജനം ചെയ്തുകൊണ്ടിരുന്ന പശുപാലന്മാരെയും മറച്ചു കളഞ്ഞു. വത്സായിതനതു കോപ ഗണായിതത്വം ചിക്യാതി പാണ്ഡമുരളി കവലാതിരൂപ പ്രാഗ്വത്കൃത്യ വിപനേഷ ശരായ സായം ത്വാമായയാ അത ബഹുധാ പ്രജം ആയപാത.
വത്സായുധത്തതനു ഗോപഗണായുധത്വം ചിക്യാതി പാണ്ഡമുരളി കമലാതിരൂപ പ്രാഗ്വത് വിഹൃത്യ വിവരേഷു ചിരായ സായം ത്വാമായയാ അത ബഹുതാ പ്രജം ആയയാത വത്സായുധസ്തതനു ഗോപഗണായുധസ്ത്വം ശിക്യാതി പാണ്ഡമുരളി കമലാതിരൂപ പ്രാഗ്വിദീഹൃത്യ വിപരേഷു ചിരായ സായം ത്വാമായയാത ബഹുധാ വ്രജമായയാത വത്സായുധത്തതനു ഗോപഗണായുധത്വം ചിക്യാതി പാണ്ഡമുരളി കവലാതിരൂപ പ്രാഗ്വത്കൃത്യ വിപിനേഷു ചിരായ സായം ത്വാമായയാ അത ബഹുധാ പ്രജമായയാത. തദനന്തരം നിന്തിരുവടി സമയമായാൽ സ്വമായയാൽ പശുക്കുട്ടികളായിട്ടും ഗോപകുമാരന്മാരുടെ സ്വരൂപത്തിലും ഉറി, കലങ്ങൾ, കുഴലുകൾ, കൊമ്പുകൾ തുടങ്ങിയവയായിട്ടും വിവിധ രൂപങ്ങളിൽ മുമ്പിലത്തെ പോലെ തന്നെ വനാന്തരത്തിൽ വളരെ നേരം പല പ്രകാരത്തിൽ കീടിച്ചിട്ട് അനന്തരം സന്ധ്യ സമീപിച്ചപ്പോൾ അമ്പാടിയിലേക്ക് മടങ്ങിച്ചെന്നു. തദനന്തരം നിന്തിരുവടി സ്വമായയാൽ പശുക്കുട്ടികളായിട്ടും ഗോപകുമാരന്മാരുടെ സ്വരൂപത്തിലും മാറി കലങ്ങൾ, കുഴലുകൾ, കൊമ്പുകൾ തുടങ്ങിയവയായിട്ടും വിവിധ രൂപങ്ങളിൽ മുമ്പിലത്തെ പോലെ തന്നെ വനാന്തരത്തിൽ വളരെ നേരം പല പ്രകാരത്തിൽ ക്രീഡിച്ചിട്ട് അനന്തരം സന്ധ്യ സമീപിച്ചപ്പോൾ അമ്പാടിയിലേക്ക് മടങ്ങിച്ചെന്നു. 4-ാമത്തെ ശ്ലോകം. ത്വമേവ ചിക്യ കവലാതി ഭയം ദദാന ഭൂയം ത്വമേവ പശുവത്സക ബാലരൂപഃ ഗോരൂപിണീഭിഃ അപഗോപിവധൂമയീഭിഃ ആസാദിത അസി ജനനീഭിഃ അതിപ്രഹർഷാത്. ത്വാമേവ ശിക്യ കവലാതിമയം ദദാനോ ഭൂയസ്ത്വമേവ പശുവത്സകഃ ബാലരൂപഃ ഗോരൂപിണീഭിരഭിഗോപവധൂമയീഭിഃ ആസാദിതോऽസി ജനനീഭിരതിപ്രഹർഷാത്. ത്വാമേവ ശിക്യ കവലാതിമയം ദദാനോ ഭൂയസ്ത്വമേവ പശുവത്സകഃ ബാലരൂപഃ ഗോരൂപിണീഭിരഭിഗോപവധൂമയൂഭിഃ ആസാദിതോऽസി ജനനീഭിരതിപ്രഹർഷാത്. ത്വാമേവ ശിക്യ കവലാതിമയം ദദാനോ ഭൂയസ്ത്വമേവ പശുവത്സക ബാലരൂപഃ ഗോരൂപിണീഭിരഭിഗോപവധൂമയീഭിഃ ആസാദിതോऽസി ജനനീഭിരതിപ്രഹർഷാത്. ത്വാമേവ ശിക്യ കവലാതിമയം ദദാനഃ ഭൂയം ത്വമേവ പശുവത്സകഃ ബാലരൂപഃ ഗോരൂപിണീഭിഃ അഭിഗോപവധൂമയീഭിഃ ആസാദിത അസി ജനനീഭിഃ അതിപ്രഹർഷാത്. ത്വാം ഏവ ശിക്യ കവല ആദി മയം ദദാനഃ ഭൂയഃ ത്വം ഏവ പശുവത്സക ബാലരൂപഃ ഗോരൂപിണീഭിഃ അഭിഗോപവധൂമയീഭിഃ ആസാദിത അസി ജനനീഭിഃ അതിപ്രഹർഷാത്. അതിനുശേഷം പശുക്കുട്ടികളായും ഗോപബാലന്മാരായും ഭവിച്ച നിന്തിരുവടി തന്നെ ഉറി, കൊമ്പ് മുതലായ രൂപങ്ങളായി തീർന്ന നിന്തിരുവടിയെ തന്നെ ധരിക്കുന്നവനായി പശുക്കളുമായും ഗോപസ്ത്രീകളുമായിട്ടുള്ള മാതാക്കളാൽ അതിസന്തോഷത്തോടെ പ്രാപിക്കപ്പെട്ടവനായി ഭവിച്ചു. അതിനുശേഷവും പശുക്കുട്ടികളായും ഗോപബാലന്മാരായും ഭവിച്ച നിന്തിരുവടി തന്നെ ഉറി, കൊമ്പ് മുതലായ രൂപങ്ങളായി തീർന്ന നിന്തിരുവടിയെ തന്നെ ധരിക്കുന്നവനായി നിന്തിരുവടിയെ തന്നെ ഉറി, കൊമ്പ് മുതലായ ധരിക്കുന്നവനായി പശുക്കളായും ഗോപസ്ത്രീകളുമായുള്ള മാതാക്കളാൽ അതിസന്തോഷത്തോടെ പ്രാപിക്കപ്പെട്ടവനായി ഭവിച്ചു. എല്ലാം മായ. ജീവം ഹി കഞ്ചിദഭിമാനവശാത് സ്വകീയം മത്വാ തനൂജ ഇതി രാഗപരം വഹന്ത്യഃ ആത്മാനം ഏവ തു ബബന്ധമവാപ്യ സൂനും പ്രീതിം യയുഃ ന കീയതാം വിനിതാ ച കാവഃ. ജീവം ഹി കഞ്ചിത് അഭിമാനവശാത് സ്വകീയം മത്വാ തനൂജ ഇതി രാഗപരം വഹന്ത്യഃ ആത്മാനം ഏവ തു ബബന്ധമവാപ്യ സൂനും പ്രീതിം യയുഃ ന കീയതീം വിനിതാ ച കാവഃ. ജീവം ഹി കഞ്ചിദഭിമാനവശാത് സ്വകീയം മത്വാ തനുജ ഇതി രാഗപരം വഹന്ത്യഃ ആത്മാനമേവ തു ഭവന്തമവാപ്യ സൂനും പ്രീതിം യയുർന ഗീയതീം വനിതാ ച ഗാവഃ. ജീവം ഹി കഞ്ചിദഭിമാനവശാത് സ്വകീയം
മത്വാ തനുജ ഇതി രാഗപരം വഹന്ത്യഃ ആത്മാനമേവ ഭവന്ത്യമവാപ്യ സൂനും പ്രീതിം യയുർന ഗീയതീം വനിതാ ച ഗാവഃ ജീവം ഹി കഞ്ചിത് അഭിമാനവശാത് സ്വകീയം മത്വാ ധനൂജ ഇതി രാഗപരം വഹന്ത്യഃ ആത്മാനം ഏവതു ഭവന്തം അവാപ്യ സൂനും പ്രീതിം യയുഃ ന ഗീയതീം വിനിതാ ച ഗാവഃ. ഏതോ ഒരു ജീവനെ അഭിമാന നിമിത്തം പുത്രനാണെന്ന് തൻ്റേതായി വിചാരിച്ച് വാത്സല്യ ആധിക്യത്തെ വഹിക്കുന്നവരായിരിക്കെ ഗോപവധുക്കളും പശുക്കളും ആത്മാവായി തന്നെ സ്ഥിതി ചെയ്യുന്ന നിന്തരുവടിയെ തന്നെ തനയനായി ലഭിച്ചപ്പോൾ യാതൊരു വിധത്തിലുള്ള സന്തോഷത്തോടെ പ്രാപിച്ചിരിക്കുകയില്ല. ഏതോ ഒരു ജീവനെ അഭിമാന നിമിത്തം പുത്രനാണെന്ന് തൻ്റേതായി വിചാരിച്ച് വാത്സല്യ ആധിക്യത്തെ വഹിക്കുന്നവരായിരിക്കെ ഗോപവധുക്കളും പശുക്കളും ആത്മാവായി തന്നെ സ്ഥിതി ചെയ്യുന്ന നിന്തരുവടിയെ തന്നെ പുത്രനായി ലഭിച്ചപ്പോൾ യാതൊരു വിധത്തിലുള്ള സന്തോഷത്തെ പ്രാപിച്ചിരിക്കുകയില്ല. ഏതോ ഒരു ജീവനെ അഭിമാന നിമിത്തം പുത്രനാണെന്ന് തൻ്റേതായി വിചാരിച്ച് വാത്സല്യാധിക്യത്തെ വഹിക്കുന്നവരായിരിക്കും. ആരോ ഒരു കുട്ടിയെ നമ്മുടെ കുട്ടിയാണെന്ന് വിചാരിച്ച് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നില്ലേ. പക്ഷെ ആ ഗോപവധുക്കളും പശുക്കളും ആത്മാവായി തന്നെ സ്ഥിതി ചെയ്യുന്ന ആത്മാവായി തന്നെ സ്ഥിതി ചെയ്യുന്ന നിന്തരുവടിയെ തന്നെ തനയനായി ലഭിച്ച ആ ഗോപസ്ത്രീകൾക്ക് എത്രമാത്രം സന്തോഷത്തെയാണ് അവർ പ്രാപിച്ചിട്ടുണ്ടാവുകയില്ല, എത്രമാത്രം സന്തോഷത്തെയാണ് അവരനുഭവിച്ചിട്ടുണ്ടാവുക. അതായത് ഏതോ ഒരു കുട്ടി ജനിച്ചപ്പോൾ തന്നെ നമ്മൾ എത്രയോ സന്തോഷിക്കുന്നു. അപ്പോൾ അങ്ങനെ ആത്മാവായി തന്നെ ഇരിക്കുന്ന എല്ലാത്തിൻ്റെയും ആത്മാവായിട്ടിരിക്കുന്ന ഭഗവാനെ തന്നെ തനയനായി ലഭിച്ചപ്പോൾ എത്രമാത്രം സന്തോഷം ഉണ്ടാകാതിരിക്കും. അവർക്ക് എത്രമാത്രം സന്തോഷം അവർ അനുഭവിച്ചിട്ടുണ്ടാവും എന്നാണ് ഈ ശ്ലോകത്തിൽ കൂടി പറയപ്പെടുന്നത്. ഇന്ന് വായിച്ച 5 ശ്ലോകങ്ങളും ഒരുമിച്ച് വായിക്കാം. അന്യാവതാരനികരേഷു അവിനീനിരീക്ഷിതം നേ ഭൂമാതിരേകമഭിഭീക്ഷ തഥാഗമോക്ഷേ ബ്രഹ്മാപരീക്ഷിതു മനാസ പരോഷഭാവം നിന്നേതവത്സകഗണാൻ പ്രവിദത്യമായാം വത്സാൻ അനുവീക്ഷ്യം വിവശേ പശുവ ഉത്കരേതാൻ അനേതു കാമൈവ ധാതൃമതാനുവർത്തി ത്വം സ്വാമി ഭുക്ത കബലഃ ഗതവാൻ തദാനീം ഭുക്താൻ നിരോധിത സരോജ ഭവകുമാരാൻ വത്സായിന ദനുഗോപഗണായിനത്വം ശിഖ്യാദിപാണ്ഡമുരളീ കവലാതിരൂപഃ പ്രാഗ്വത്പിഹൃത്യ വിപിനേഷു ചിരായ സായം ത്വം മായയാ അദ ബഹുധാ പ്രജം ആയയാത ത്വമേവ ചിക്യ കവലാദിമയം ദദൂനഃ ഭൂയം ത്വമേവ പശുവത്സകഃ ബാലരൂപഃ ഗോരൂപിണീഭി അഭിഗോപവധൂമയൂഭിഃ ആസാദിത അസി ജനനീഭിഃ അതിപ്രഹർഷാത് ജീവം ഹി കഞ്ചിത് അഭിമാനവശാത് സ്വകീയം മത്വാ ധനൂജ ഇതി രാഗപരം വഹന്ത്യഃ ആത്മാനമേവ ഭവന്തമവാപ്യ സൂനും പ്രീതിം യയുഃ ന ഗീയതീം വിനിതാ ച ഗാവഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ.